പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് ഞാൻ കർത്താവിന് മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കുന്നു. ഈ നല്ല സമയം എൻ്റെ പ്രിയപ്പെട്ടവരെ അഭിസംബോധന ചെയ്യാൻ കർത്താവ് ഒരുക്കിയ എല്ലാ നല്ല അവസരങ്ങളെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അതേ പ്രിയപ്പെട്ടവരെ, വെല്ലുവിളികൾ എല്ലാ മനുഷ്യൻ്റെയും ജീവിതത്തിലുണ്ട്. വെല്ലുവിളികൾ, പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ. ഏതൊരു മനുഷ്യൻ്റെ ജീവിതത്തിലും പ്രതിസന്ധികളും പ്രതികൂലങ്ങളുമുണ്ട്. എന്തിനാണ് ആ പ്രതിസന്ധി, എന്തിനാണ് ആ വെല്ലുവിളി എന്ന് നമുക്കൊരു ചോദ്യം നമുക്കുണ്ടാകാം. ഇന്ന് ഈ സന്ദേശം വളരെ പ്രാർത്ഥനയോടെ എൻ്റെ സഹോദരങ്ങൾ ശ്രവിക്കുക. നമുക്ക് ആ വെല്ലുവിളി വന്നതിൻ്റെ പിന്നിൽ എന്താണ് കാര്യമെന്ന് പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കും. 1 ശമൂവേലിൻ്റെ പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 42-ാമത്തെ വേദഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത്. ഫെലിസ്ത്യൻ നോക്കി ദാവീദിനെ കണ്ടപ്പോൾ അവനെ നിന്ദിച്ചു. അവൻ തീരെ ബാലനും പവിഴ നിറമുള്ളവനും കോമള രൂപിയുമായിരുന്നു. ഫെലിസ്ത്യൻ ദാവീദിനെ കണ്ടപ്പോൾ അവനെ നിന്ദിച്ചു. കർത്താവിന് സ്തോത്രം. അപ്പോൾ ഇവിടെ വലിയൊരു വെല്ലുവിളി രാജ്യത്തിനും നേരെ ഉയർന്നു നിൽക്കുന്നൊരു സാഹചര്യത്തിൽ ദാവീദ് അത് ഏറ്റെടുക്കുകയാണ്. ഞാൻ ഫെലിസ്ത്യൻ്റെ നേരെ ചെല്ലാം, 40 രാവും 40 പകലും ഒരുപോലെ രാജ്യത്തെ ഒന്നടങ്കം നശിപ്പിക്കുമെന്നുള്ളൊരു വെല്ലുവിളി ഉയർത്തുമ്പോൾ ആത്മനിറവ് പ്രാപിച്ച ദാവീദ് തീരുമാനമെടുക്കുന്നു. ഇനിയും ഒരു വെല്ലുവിളി ഉയരാതെ വണ്ണം അവൻ്റെ നേരെ ഞാൻ ചെല്ലുമെന്നുള്ള തൻ്റെ തീരുമാനം. ദൈവത്തിന് സ്തോത്രം. എന്തിനാ പ്രിയപ്പെട്ടവരെ ഈ വെല്ലുവിളിയുടെ പിന്നിൽ എന്താണ് ഉദ്ദേശമെന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യമേ ഉള്ളൂ. ദാവീദിൻ്റെ മേൽ 16-ാമത്തെ അധ്യായത്തിൽ വീണ അഭിഷേകം വീടിനകത്തു വെച്ചാണ് വീണത്. വീടിനകത്തു വെച്ചു വീണ അഭിഷേകത്തെ എന്താണെന്ന് രാജ്യമൊട്ടാകെ കാണിക്കത്തക്ക നിലയിൽ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോവുകയാണ്. കർത്താവിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ ഒരു പ്രവചന ശബ്ദം ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് കൈമാറാം. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥനാ റൂമിൽ ദൈവവുമായി സംസാരിച്ച, ദൈവവുമായി സ്തോത്രം കഴിഞ്ഞ പ്രാർത്ഥിച്ച സമയങ്ങൾ അങ്ങയുടെ മേൽ വെളിപ്പെട്ട ദൈവസാന്നിധ്യം എന്താണെന്ന് മറ്റുള്ളവരുടെ നടുവിലും ദൈവം തെളിയിക്കാൻ പോവുക. എത്ര പേർക്ക് കർത്താവിന് മഹത്വം കൊടുക്കാൻ കഴിയും? അതെ, അത് തെളിയിക്കുമ്പോൾ ചില വെല്ലുവിളികളെ നാം നേരിടേണ്ടി വരും. ചില പ്രതിസന്ധികൾ, അന്നുവരെ നേരിടാത്ത ചില പ്രതിസന്ധികൾ നമ്മുടെ മുമ്പിൽ വന്നെന്ന് വരാം. പക്ഷേ അതിൻ്റെ നടുവിലും ദൈവത്തിൻ്റെ ഉദ്ദേശം ഒന്നേ ഉള്ളൂ. രാജ്യമൊട്ടാകെ കാണത്തക്ക നിലയിൽ, ഒന്നും കൂടെ പറഞ്ഞാൽ അങ്ങേ മാറ്റി നിർത്തിയവരും നിന്ദിച്ചവരും കാണെ അഭിഷേകം എന്താണ് അങ്ങയുടെ ജീവിതത്തിൽ ചെയ്യാൻ പോകുന്നതെന്ന് ദൈവം തെളിയിക്കും. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ശമൂവേൽ പ്രവാചകൻ 16-ാം അധ്യായത്തിൽ ദാവീദിൻ്റെ മേൽ അഭിഷേകം ചെയ്തു രാജാവാക്കാൻ വേണ്ടി. അത് യിശായിയും തൻ്റെ സഹോദരന്മാരും ദാവീദും മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. ശമൂവേലും മറ്റാരും അറിഞ്ഞിട്ടില്ല. എന്നാൽ അടുത്ത അധ്യായത്തിൽ രാജ്യത്തിന് നേരെയുള്ള വെല്ലുവിളി വരുന്നതിൻ്റെ പിന്നിൽ ഒറ്റ ഉദ്ദേശമുള്ളൂ. അഭിഷേകം വീണ് ഒരുത്തനെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിനുണ്ട്. ഇന്ന് എൻ്റെ ഈ ശബ്ദം കേട്ടുകൊണ്ട് നിൽക്കുമ്പോൾ എവിടൊക്കെയോ ഒതുങ്ങിപ്പോയി, എവിടൊക്കെയോ തളർന്നിരുന്ന്, എവിടൊക്കെയോ തകർച്ചകൾ കണ്ട്, എവിടൊക്കെയോ വെല്ലുവിളികൾ കണ്ട് അഭിഷേകം വീണിട്ടുണ്ടോ എന്ന് സംശയത്തിൽ നോക്കിക്കണ്ടിരിക്കുന്ന അഭിഷക്തന്മാരോടും ദൈവമക്കളോടും വ്യക്തികളോടും ആത്മാർത്ഥതയോടെ കൈമാറാം. ആമേസ്തോത്രം. അങ്ങ് പ്രാർത്ഥനാ റൂമിൽ പ്രാപിച്ചെടുത്തത് വെളിപ്പെട്ടു വരാനുള്ള സമയമായിരിക്കുന്നു. നാം ഇനിയും അടങ്ങിയിരിക്കാനല്ല, ഒതുങ്ങിയിരിക്കാനല്ല, അതിനകത്തു വീണ, നമ്മുടെ മേൽ വീണ അഭിഷേകം എന്താണെന്ന് തിരിച്ചറിയാനുള്ള സമയങ്ങൾ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്താൻ പോകുകയാണ്. ഇവിടെ വെല്ലുവിളിക്കുന്ന ശത്രുവിൻ്റെ ബലത്തെക്കുറിച്ച് പറയുന്നുണ്ട്. 17-ാം അധ്യായം 5, 6, 7 വാക്യങ്ങൾ വായിക്കുമ്പോൾ ശത്രു ധരിച്ചിരിക്കുന്ന പടച്ചട്ടയും മേലങ്കിയും കിരീടവും അവൻ്റെ കയ്യിലിരിക്കുന്ന കുന്തത്തെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ
മാനുഷികമായി നോക്കിയാൽ ദാവീദിനെ കുറിച്ചും പറയുന്നു, ദാവീദ് തീരെ ബാലനായിരുന്നു എന്ന് പറയുന്നു. കർത്താവിന് സ്തോത്രം. ഇവിടെ ദൈവം തെളിയിക്കുന്നത്, ഒന്ന്, സഹോദരന്മാരുടെ മുൻപിൽ ദാവീദിനെ തെളിയിക്കുകയാണ്. 17-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിൽ മൂത്ത ജ്യേഷ്ഠ സഹോദരൻ ദാവീദിനോട് പറയുന്നൊരു പദമുണ്ട്. ആ ദാവീദിനോട് ഏലിയാവ് കോപിച്ചു, നീ ഇവിടെ എന്തിനു വന്നു? ദൈവത്തിന് സ്തോത്രം. 16-ാമത്തെ അധ്യായത്തിൽ വീടിനകത്തു വെച്ച വീണ അഭിഷേകത്തിന്റെ ഉറപ്പ് അവന്റെ മേലുള്ളത് കൊണ്ട് അവിടെ വന്ന് കാര്യം തിരക്കുമ്പോൾ ഏലിയാവ് ചോദിക്കാം, നീ എന്തിനിവിടെ വന്നു? സഹോദരന്മാരുടെ മുൻപിൽ, സഹോദരങ്ങളുടെ മുൻപിൽ സ്തോത്രം മാറ്റി നിർത്തിയ, താഴോട്ട് മാറ്റി നിർത്തിയ സഹോദരങ്ങളുടെ മുമ്പിൽ, അല്ലെങ്കിൽ നമ്മൾക്ക് വേണ്ടപ്പെട്ടവരുടെ മുൻപിൽ തഴഞ്ഞു നിർത്തിയവരുടെ മുമ്പിൽ നമ്മെ തെളിയിക്കും ദൈവം. 1. 2, 33-ാമത്തെ വാക്യത്തിൽ ശൗൽ രാജാവ് ദാവീദിനോട് പറയുന്നതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം, നീ ബാലനത്രേ, അവനോട് അംഗം പൊരുതുവാൻ നിനക്ക് പ്രാപ്തിയില്ല. രാജാവിൻ്റെ മുന്നിൽ ദൈവം അവനെ തെളിയിക്കുകയാണ്. കർത്താവിന് സ്തോത്രം. അടുത്ത പദം വായിക്കുമ്പോൾ 36-ൽ ഇങ്ങനെയാണ്, ദാവീദിന്റെ ഇന്നലകളിലെ ചരിത്രത്തെ, ഇന്നലകളിലെ വിഷയത്തെ ദാവീദ് ശൗലിനോട് പറയുകയാണ്. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എവിടെ ചെന്നാലും ദാവീദേ, അങ്ങയുടെ മുമ്പിൽ യുദ്ധമുണ്ട്, അങ്ങയുടെ മുമ്പിൽ ശത്രുക്കൾ വരുന്നുണ്ട്. അതിൻ്റെ പിന്നിൽ ഒറ്റ കാര്യമേ ഉള്ളൂ, അസാധാരണ നിയോഗം അങ്ങയുടെ മേലുണ്ട്. അത് പൊന്നുപോലെ പുറത്തു വരത്തക്ക നിലയിൽ ശോധനകൾ തന്ന്, യുദ്ധങ്ങൾ തന്ന്, പ്രതിസന്ധികൾ തന്ന്, വെല്ലുവിളികൾ തന്ന് കർത്താവ് പുറത്തെടുക്കുക. 4-ാമത്തെ ഭാഗം കാണുന്നത്, വായിച്ച വേദഭാഗം 42-ാം വാക്യം, ശത്രുവിൻ്റെ മുന്നിൽ ദൈവം അവനെ തെളിയിക്കുന്നു. അപ്പോൾ ഒന്ന് തെളിയിക്കുന്നത്, സ്വന്തംകാരുടെ മുമ്പിൽ നമ്മളെ കൂട്ടാക്കേണ്ട വ്യക്തികൾ കൂട്ടാക്കാതെ നിന്ദിച്ചു കളഞ്ഞപ്പോൾ അവരുടെ മുമ്പിൽ, അവർ ഉയർത്തിയ ചില വെല്ലുവിളികളുടെ മുമ്പിൽ ദൈവം നിങ്ങളെ തെളിയിക്കും. ദൈവം എന്നെ തെളിയിക്കുമെന്നേ. അതെ, രാജാവിൻ്റെ മുൻപിൽ, രാജ്യം ഭരിക്കുന്ന രാജാവിൻ്റെ മുൻപിൽ തെളിയിക്കും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അടുത്തത്, ശത്രുവിൻ്റെ മുൻപിൽ പ്രാർത്ഥിക്കുന്നവനെ ദൈവം തെളിയിക്കും. ഇന്ന് എൻ്റെ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ നോക്കി ഞാൻ പ്രവചനാത്മാവിൽ കൈമാറാൻ ആഗ്രഹിക്കുന്നു. ദൈവം നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകം എന്താണെന്നും നിയോഗങ്ങൾ എന്താണെന്നും തെളിയിക്കുന്ന മണിക്കൂറുകൾ, തെളിയിക്കുന്ന സമയങ്ങൾ വെളിപ്പെട്ടു വരികയാണ്. നാം പറഞ്ഞു, ആ വെല്ലുവിളി എൻ്റെ തകർച്ചയായിരിക്കുമെന്ന്, ആ വെല്ലുവിളി എൻ്റെ നാശമായിരിക്കുമെന്ന്. സ്തോത്രം. നീ ഇതൊക്കെ വെച്ച് കളഞ്ഞിട്ട് പോകാൻ പലരും അഭിപ്രായങ്ങൾ പറഞ്ഞേക്കാം. അഭിപ്രായങ്ങൾ കേട്ട് ഒരു പക്ഷെങ്കിൽ നാം വാടി വഴുതി വീണുപോയേക്കാം. പക്ഷെ ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ കൈമാറാൻ ആഗ്രഹിക്കുന്നത്, വെല്ലുവിളി വന്നതിൻ്റെ പിന്നിൽ അഭിഷേകം അങ്ങയെ പുറത്തെടുക്കുന്നത് കാണിക്കാനുള്ള സമയം വെളിപ്പെടുത്തുകയാണ്. അങ്ങ് പുറത്തു വരുന്ന സമയങ്ങൾ അങ്ങ് ഇരിക്കുന്നത് പോലെ ഒതുങ്ങിയിരിക്കാനല്ല. ആരൊക്കെയോ പറഞ്ഞ വേടുകൾക്കകത്തും, ആരൊക്കെയോ ഒതുക്കിയ ഒതുങ്ങലിനകത്തും, ആരൊക്കെയോ സ്തോത്രം ഇനി നീ രക്ഷപ്പെടത്തില്ലെന്ന് പറഞ്ഞതിനകത്തും ചിന്തിച്ച് ചിന്താകുലരായി ഒതുങ്ങിപ്പോകാനല്ല, മറിച്ച് ദൈവപ്രവൃത്തി അങ്ങയെ തെളിയിക്കാൻ പോകുക. അകത്തു വീണ അഭിഷേകത്തെ, അങ്ങ് പ്രാർത്ഥനാ റൂമിൽ പ്രാപിച്ചെടുത്ത ദൈവകൃപയെ നഷ്ടപ്പെടുത്തി കളയുന്ന വിധത്തിൽ കേട്ട വർത്തമാനങ്ങളെ, കേട്ട വാക്കുകളെ എടുത്തു മാറ്റിയിട്ട് ദൈവപ്രവൃത്തി അങ്ങിലൂടെ വെളിപ്പെടുത്താൻ ദൈവം ആഗ്രഹിക്കുകയാണ്. എത്ര പേർക്ക് എന്നോട് ചേർന്ന് കർത്താവിന് സ്തോത്രം ചെയ്യും? അടുത്തതൊന്നുകൂടെ പറഞ്ഞ് മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. എത്ര വലിയ വെല്ലുവിളിയാണ് അങ്ങയുടെ മുൻപിൽ വരുന്നത്, അത്ര വലിയ നിയോഗമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അങ്ങയുടെ മേൽ പകർന്നിരിക്കുന്നത്. സ്തോത്രം. വലിയ രാജ്യം മുഴുവനും ഭയക്കത്തക്ക നിലയിൽ, രാജ്യത്തിൽ ഒരാളും മുന്നോട്ട് വരാതെ നിൽക്കുന്ന വെല്ലുവിളി മുൻപിൽ വരുമ്പോൾ ആത്മനിറവുള്ള ദാവീദ് അത് ഏറ്റെടുത്തതിൻ്റെ പിന്നിൽ മറ്റാർക്കും ചെയ്യാൻ കഴിയാത്ത, മറ്റാരിലൂടെയും വെളിപ്പെടുത്താൻ കഴിയാത്ത വലിയൊരു നിയോഗം അങ്ങയുടെ മേൽ വെളിപ്പെട്ട് കിടക്കുകയാണ്. അങ്ങയുടെ മേൽ കർത്താവ് പകർന്നിരിക്കുകയാണ്. ആമേൻ പറഞ്ഞു ഈ ദൂതിനെ സ്വീകരിച്ചോ. വലിയ പ്രതിസന്ധി വന്നതിൻ്റെ പിന്നിൽ വലിയ ദൈവപ്രവൃത്തി അങ്ങേക്കൊണ്ട് ചലിക്കും.
ഇന്ന് ഈ സന്ദേശം കേട്ട് ആമേൻ ദൈവത്തിന് മഹത്വം കൊടുത്ത് സന്തോഷത്തോടെ പറ, ഈ വെല്ലുവിളിയുടെ പിന്നിൽ എന്നെ പുറത്തു കൊണ്ടുവരുവാനുള്ള സമയമായെന്ന് ഞാൻ തിരിച്ചറിയുന്നു. എൻ്റെ ശത്രുക്കൾ കാണുകെ, രാജ്യം കാണുകെ, ചുറ്റുപാടുകൾ കാണുകെ, നിന്ദിച്ചവർ കാണുകെ, മാറ്റി നിർത്തിയവർ കാണുകെ, എന്നെ കർത്താവ് തെളിയിക്കുവാൻ പുറത്തു കൊണ്ടുവരുവാനുള്ള സമയമായി. അങ്ങനെയെങ്കിൽ വളരെ ദൈവാശ്രയ ബോധ്യത്തോടും പ്രാർത്ഥനയോടും നമുക്ക് ദൈവസന്നിധിയിൽ വിശ്വാസത്തോടെ കർത്താവിന് മഹത്വം കൊടുത്ത് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. കർത്താവ് വചനങ്ങളാൽ നമ്മെ അവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.